ഇസ്രായേൽ ലോകമെമ്പാടും വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമായിരുന്നു നേരിടുന്നത്. നയതന്ത്രം, സാമ്പത്തികം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെല്ലാം ഇത് പ്രകടമാണ്. കായിക രംഗത്തും സ്ഥിതി വ്യത്യസ്തമല്ല. അടുത്തിടെ ഫുട്ബോൾ ലോകകപ്പിൽ ഇസ്രായേലിനെ പങ്കെടുപ്പിക്കരുതെന്ന ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ UK-യിൽ നടക്കാനിരിക്കുന്ന യൂറോപ്പ് ലീഗ് മത്സരത്തിൽ ഇസ്രായേലി ക്ലബ്ബായ മക്കാബി തെൽ അവീവിന്റെ ആരാധകരെ വിലക്കിയിരിക്കുകയാണ് അധികൃതർ. നവംബർ 6-ന് ബർമിംഗ്ഹാമിലെ വില്ല പാർക്ക് സ്റ്റേഡിയത്തിൽ ആസ്റ്റൺ വില്ലയുമായുള്ള മത്സരത്തിലാണ് ഈ നടപടി. പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബർമിംഗ്ഹാം സുരക്ഷാ സമിതിയുടെ തീരുമാനം. മക്കാബി ആരാധകരിൽ വംശീയവാദികളും ആക്രമണപരവും ഉണ്ടെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ആംസ്റ്റർഡാമിൽ അജാക്സുമായുള്ള മത്സരത്തിന് മുമ്പും ശേഷവും മക്കാബി ആരാധകർ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അറബികളെ കൊല്ലുക തുടങ്ങിയ വംശീയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഡച്ച് അധികൃതർ 5000-ഓളം പോലീസുകാരെ വിന്യസിച്ചായിരുന്നു സ്ഥിതി നിയന്ത്രിച്ചിരുന്നത്. UK പോലീസ് യൂണിറ്റും ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയാണ്. ബർമിംഗ്ഹാമിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമോ എന്ന ആശങ്കയാണ് വിലക്കിന് പിന്നിൽ. എന്നാൽ ഈ തീരുമാനം UK-യിൽ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇതിനെ വിമർശിക്കുകയും ചെയ്തു. ഇത് ആന്റിസെമിറ്റിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ആരാധകർക്ക് സുരക്ഷിതമായി മത്സരം കാണാൻ അവസരമൊരുക്കുകയാണ് പോലീസിന്റെ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിലക്ക് പിൻവലിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും പോലീസ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അടുത്തിടെ ഇസ്രായേലിന്റെ മക്കാബി തെൽ അവീവും ഹപ്പയൽ തെൽ അവീവും തമ്മിലുള്ള മത്സരം ആരാധകരുടെ ആക്രമണം മൂലം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഇസ്രായേൽ പോലീസ് ഇതിനെ കലാപമായാണ് വിശേഷിപ്പിച്ചത്. UK MP അയൂബ് ഖാൻ വിലക്കിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. ചിലർ ഇതിനെ മതവുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. സ്വതന്ത്ര MP സാറാ സുൽത്താൻ ആന്റിസെമിറ്റിസത്തെ മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപിക്കുന്നു. ആന്റിസൈനിസത്തെ ആന്റിസെമിറ്റിസമായി ചിത്രീകരിക്കുന്നുവെന്നും അവർ പറയുന്നു. മക്കാബി ആരാധകരിൽ ചിലർ ഗസയിലെ സംഭവങ്ങളിൽ പങ്കാളികളായ ഇസ്രായേൽ സൈനികരാണെന്നും ആരോപണമുണ്ട്. കൂടുതൽ പോലീസ് വിന്യാസം സാധ്യമാണെങ്കിലും വിലക്ക് പിൻവലിക്കാൻ പോലീസ് തയ്യാറല്ല. മുസ്ലിം വിരുദ്ധമായ ആരാധകർ UK-യിൽ എത്തിയാൽ ക്രമസമാധാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ ആശങ്ക.